നമസ്കാരം. ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്തപ്പം പലരോട് ചോദിച്ചു, ദുബായിലെ ഹിറ്റ് FM 96.7 ജോയിൻ ചെയ്തോ? സത്യത്തിൽ അതൊന്നുമല്ല കാര്യം. RJ ഫസലു, അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് പ്രവാസികളായുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. അദ്ദേഹത്തെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയമുണ്ട്. ഞാൻ ദുബായിൽ എൻ്റെ ഒരു ജോലിയുടെ ആവശ്യമായി ചെന്നപ്പം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വാ മോനെ, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ലൊക്കേഷനൊക്കെ അയച്ചു തന്നു, എങ്ങനെ വരണമെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. എൻ്റെ കസിനും സുഹൃത്തുമായ കെവിൻ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റുഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു ആദ്യമായി ചെല്ലുന്ന ഒരു വ്യക്തിക്ക് എന്തൊക്കെ പറഞ്ഞു തരാൻ പറ്റുമോ അതെല്ലാം സ്റ്റുഡിയോയിൽ അദ്ദേഹം പറഞ്ഞു തന്നു. ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികൾ ഇരുന്ന ആ ഒരു ഹോട്ട് സീറ്റിൽ എനിക്കൊരു ഇടം തന്നു. ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ കേൾക്ക് ലൈവ് പോവുകയാണെന്ന് പറഞ്ഞു. മാക്സിമം ഞങ്ങളോടുന്ന സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്തു. അദ്ദേഹത്തിന് വേറൊരു റെക്കോർഡിങ് അല്ലെങ്കിൽ ഒരു ലൈവ് പ്രോഗ്രാം പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് ഞങ്ങളോടുള്ള സംസാരിച്ച ശേഷം അദ്ദേഹം തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് പോയി. അവസാനമായി പിരിയുന്നതിന് മുമ്പായിട്ട് 2-3 ഫോട്ടോയും എടുത്തു. ആകുന്നത് ഞങ്ങളോട് ഒരുമിച്ച് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ വരാൻ നിർബന്ധിച്ചാണ്. പക്ഷേ മറ്റൊരു സുഹൃത്തുമായിട്ടൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തുകൊണ്ട് എനിക്കതിന് സാധിച്ചില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ മനുഷ്യൻ്റെ സിംപ്ലിസിറ്റിയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഇദ്ദേഹത്തിന് ഞാനൊന്ന് കാണട്ടെ എന്ന് ചോദിച്ചപ്പം വേണമെങ്കിൽ റെഫ്യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ, നല്ല തിരക്കാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം സമ്മതിച്ചു. ഇത്രയും പോപ്പുലറായ ഒരു സ്റ്റുഡിയോയിൽ അകത്ത് കയറ്റി ഞങ്ങളെ എല്ലാം പരിചയപ്പെടുത്തി തരേണ്ട ഒരാവശ്യമില്ല. പക്ഷേ അദ്ദേഹം അതെല്ലാം ഒരു നോർമലായിട്ട് ആദ്യമായി വരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാമോ ആ രീതിയിലൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു. അതാണ് ഇന്ന് ആ മനുഷ്യനെ ജനങ്ങൾ മനസ്സിലേറ്റാനുള്ള കാരണം. ഞാനിത് പറയുന്നത് പുതുതായി വരുന്ന പല ബ്ലോഗേഴ്സിനും അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഒരു മാതൃകയാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. താങ്ക് യു.